നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ പരിപാടികളാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖദാർ ബീച്ചിലാണ്. ഇവിടെ വിവിധ മദ്രസകളിൽ നിന്നുള്ള ഉസ്താദുമാരും വിദ്യാർത്ഥികളും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വർണ്ണാഭമായ പരിപാടിയാണ് നമുക്ക് കാണാനാവുന്നത്. ഫ്ലവർ ഷോ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു പിറകെയായിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ദഫ് മുട്ടുണ്ട്. അങ്ങനെ വർണ്ണാഭമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ ദഫിൻ്റെ പ്രകടനമാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റ് കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം റോഡിൻ്റെയൊക്കെ ഇരു ഭാഗങ്ങളൊക്കെ നോക്കി വാഹനങ്ങളൊക്കെ ആ തിരക്കൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഒരു നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാനാവുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ആഘോഷത്തോടൊപ്പം പ്രവാചകൻ പകർന്നു നൽകിയിട്ടുള്ള ആ ഒരു ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളെല്ലാം തന്നെ വിളംബരം ചെയ്തുകൊണ്ടുള്ള ഒരു റാലിയാണ് പുരോഗമിക്കുന്നത്. നമുക്കിപ്പം ഇപ്പോൾ ഇവിടുത്തെ ഉസ്താദുമാർ കൂടി ചേരുന്നുണ്ട്. പ്രവാചകൻ്റെ ജീവിതം അത് ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശം പകർന്നു നൽകിക്കൊണ്ടുള്ള ഒരു റാലി കൂടിയാണ് നമ്മൾ അർത്ഥമാക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ മുഖദാർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എല്ലാ വർഷവും ഇതുപോലത്തെ പരിപാടി ഞങ്ങൾ നടത്തപ്പെടാറുണ്ട്. അതിവിപുലമായിട്ട് നേർച്ചയും അതുപോലെ തന്നെ ആളുകൾക്കുള്ള അന്നദാനം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി എല്ലാ വർഷവും വിപുലമായി കൊണ്ട് ഞങ്ങൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇക്കൊല്ലവും ഞങ്ങൾ വളരെ ഭംഗിയാക്കിയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം പലയിടങ്ങളിലും മാവേലിയൊക്കെയാണ് കുട്ടികൾക്ക് മിഠായിയൊക്കെ ആയിട്ട് വരുന്നത്. ഓണവും നബിദിനവും ഒക്കെ ഒരുമിച്ചെത്തുകയാണ്. ഇരട്ട സന്തോഷമാണ്. നമ്മളെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മതേതരമായി ചിന്തിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ഇരു മതങ്ങളുടെയും ആഘോഷം ഒന്നിച്ചു വരികയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ദിനമായിട്ടാണ് നമ്മളിത് കാണുന്നത്. വളരെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ഓണാഘോഷവും സ്നേഹസമ്പൂർണ്ണമായിട്ടുള്ള നബിദിന ആഘോഷവുമാണ് ഇന്ന് ഈ വർഷം നടക്കുന്നത്. ഒന്നിച്ച് നടക്കുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിലുള്ള എല്ലാവരും തന്നെ ഈ ആഘോഷം നടക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷം പങ്കിടുകയും അതുപോലെ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വളരെ വളരെ നല്ല രീതിയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പ്രവാചക പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസി വിശന്ന് കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചക പൂങ്കവർ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ആ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ വിശ്വാസിയും മുമ്പോട്ട് പോകുന്നത്. ഈ ദിനം അത് സ്മരിക്കാനുള്ള ഒരു ദിനമായി കൂടി നമ്മൾ കാണുകയാണ്. വളരെ സന്തോഷകരമായ ആഘോഷ പരിപാടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഈ റാലിയൊക്കെ സ്വീകരിക്കാനായിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. മധുര പലഹാരങ്ങളുമായി വിവിധ തുറകളിലുള്ളവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും നബിദിനാഘോഷ പരിപാടികൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് മുഖദാർ ബീച്ചിലെ ഈ ഒരു നബിദിനാഘോഷ റാലി. കോഴിക്കോട് നിന്ന് KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.